വിടരാനും വളരാനുമാവാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഞാൻ യാത്രയാവുകയാണ്. ഈ കടലോരത്ത് കണ്ണുപൊത്തി കളിക്കാനും പൂന്തോട്ടത്തിൽ പൂക്കളിറക്കാനും പട്ടത്തിൻ്റെയും പക്കിയുടെയും പുറകെ നടക്കാനും എൻ്റെ അമ്മയുടെ മടിയിലിരിക്കാനും എനിക്കെന്ത് കൊതിയായിരുന്നെന്നോ. വിടരുന്നതിന് മുൻപേ തല്ലിക്കൊഴിക്കപ്പെടുന്ന അനേകം മാലാഖ കുഞ്ഞുങ്ങളുടെ രോദനം ഇനിയും ഇവിടെ ഉയരരുത്. ഭ്രൂണഹത്യക്കെതിരെ പോരാടാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകില്ലേ? ഇനി ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വർഗീയ അമ്മയുടെ മടിയിലേക്ക് പോകട്ടെ. ആത്മീയതയുടെ ആഘോഷത്തിനായി സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനാണല്ലോ അനുദിനം ഞങ്ങളോട് അങ്ങ് ആവശ്യപ്പെടുന്നത്. അങ്ങയിൽ പ്രത്യാശയർപ്പിച്ച, പ്രതീക്ഷയർപ്പിച്ച സകല വിശുദ്ധാത്മാക്കളോടുമൊപ്പം ഞങ്ങളും ചേരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശോയെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേ പിതാവേ, ഈശോയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഈശോയുടെ സന്നദ്ധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അമ്മത്രേസ്യയായ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ എളിയ യാചനകളും പ്രാർത്ഥനകളും ദയാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 5:1 മുതലുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു മലയുടെ മുകളിൽ 3 ചെറിയ മരങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 മരങ്ങൾക്കും 3 തരം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ചെറിയ മരം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഇപ്രകാരം സ്വപ്നം കാണുമായിരുന്നു: എനിക്ക് അമൂല്യമായ നിധി സൂക്ഷിക്കുന്ന ഒരു പെട്ടിയായിട്ട് മാറണം, എന്നെ സ്വർണം കൊണ്ട് പൊതിയണം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളായിരുന്നു ആ മരത്തിൻ്റേത്. വിലയേറിയ രത്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പെട്ടിയായിട്ട് എനിക്ക് ഈ ലോകത്തിൽ മാറണം. ലോകത്തിൽ ഏറ്റവും വലിയ അമൂല്യമായ നിധി എൻ്റെ കയ്യിലായിരിക്കണം. അപ്പോൾ ഈ വിധത്തിലായിരുന്നു ആദ്യത്തെ ചെറിയ മരം സ്വപ്നങ്ങൾ കണ്ടത്. രണ്ടാമത്തെ മരം തൊട്ടടുത്തുകൂടി ഒഴുകുന്ന അരുവിയിലേക്ക് നോക്കി ഇപ്രകാരം സ്വപ്നം കണ്ടു: ആളുകൾ ഈ നദിയിലൂടെ, ഈ അരുവിയിലൂടെ യാത്ര ചെയ്യുന്നത് ആ മരം കാണുമായിരുന്നു. അപ്പോൾ തനിക്ക് ഏറ്റവും വലിയ ഒരു കപ്പലായിട്ട് മാറണം, അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുകയാണ്. ആ വിധത്തിലായിരുന്നു രണ്ടാമത്തെ മരത്തിൻ്റെ ചിന്തകൾ പോയത്. മൂന്നാമത്തെ മരം നോക്കിയത് താഴ്വരയിലേക്കാണ്. അവിടെ ആളുകൾ ജോലി ചെയ്യുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അതേസമയം തന്നെ അവർ ഇടയ്ക്ക് മലയിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മരത്തിനുണ്ടായ ചിന്ത ഇപ്രകാരമാണ്: എല്ലാവരും എന്നെ നോക്കി നിൽക്കണം, ഈ മലയുടെ മുകളിൽ എനിക്ക് നിന്നാൽ മതി,
ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും ഉയരമേറിയ വൃക്ഷമായിട്ട് എനിക്ക് മാറണം. താഴ്വരയിലൂടെ നടന്നു പോകുന്ന എല്ലാവരും എന്നെ നോക്കണം എന്നുള്ള ഒരു ചിന്ത. അതായിരുന്നു ഈ മൂന്നാമത്തെ മരത്തിൻ്റെ സ്വപ്നം. വർഷങ്ങൾ കടന്നുപോയി, കാലങ്ങൾ മാറി, ചെറിയ മരങ്ങളൊക്കെ വളർന്ന് വലുതായി. ഒരു ദിവസം 3 തടിവെട്ടുകാർ ഈ മലയിലേക്ക് കയറി വന്നു. ആദ്യത്തെ മരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് തടിവെട്ടുകാരൻ ആ മരത്തെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ തടി മനോഹരമാണ്, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം മഴുവെടുത്ത് ആദ്യത്തെ ചെറിയ മരം അതിനെ വെട്ടി വീഴ്ത്തി. ഇത് കഴിഞ്ഞിട്ട് ഈ മരം അദ്ദേഹം കൊണ്ടുപോയത് ഒരു ആശാരിയുടെ അടുത്തേക്കാണ്. രണ്ടാമത്തെ മരം അതിൻ്റെ അടുത്ത് ചെന്ന് രണ്ടാമത്തെ തടിവെട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞു, ഈ മരം കൊണ്ട് എനിക്ക് ഒരു വലിയ കപ്പലുണ്ടാക്കിയാൽ കൊള്ളാം. അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏതാണെങ്കിലും മരവും ആഗ്രഹിച്ച് അത് തന്നെയാണ്. ഏതാണെങ്കിലും ഈ മരത്തെയും രണ്ടാമത്തെ തടിവെട്ടുകാരൻ വെട്ടി വീഴ്ത്തി മരത്തെ കപ്പൽ ശാലയിലേക്ക് പോവുകയും ചെയ്തു. മൂന്നാമത്തെ മരത്തിൻ്റെ അടുത്ത് വന്നയാള്, മൂന്നാമത്തെ തടിവെട്ടുകാരൻ വേറെ ഒന്നും നോക്കിയില്ല, മുകളിലേക്ക് പോലും നോക്കിയില്ല. മരത്തെ കണ്ടപടി തന്നെ അദ്ദേഹം പറഞ്ഞു, ഏതാണെങ്കിലും മതി, ഒരു തടി വേണം, അത്രയേ ഉള്ളൂ. ആ മരം അദ്ദേഹവും വെട്ടി വീഴ്ത്തി അത് മറ്റ് തടിക്കഷ്ണങ്ങളുടെ കൂടെ തൻ്റെ തടികൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം കൂട്ടിയിടുകയും ചെയ്തു. ഒന്നാമത്തെ മരത്തെ ആശാരിയുടെ അടുത്ത് കൊണ്ടു ചെന്നു. ആശാരി അതിനെ വളരെ കാര്യമായിട്ട് ചെത്തി മിനുക്കി ശരിയാക്കി എടുത്തു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു കൂടാണ്. പുല്ല് കൂട്ടിയിടുന്ന ഒരു ചെറിയ കൂടുണ്ടാക്കാനായിട്ടാണ് അദ്ദേഹം ഈ മരം ഉപയോഗിച്ചത്. ഏതാണെങ്കിലും ശരി, ചെറിയ മരത്തിന് വലിയ ആശങ്കയായി. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാനുള്ള പുല്ലിടുന്ന ഒരു ചെറിയ കൂടായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഈ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്ന് ആ മരം തീരുമാനിച്ചു. പൊഴി ഉണ്ടാക്കിയ കൂട്ടിൽ മുഴുവൻ അദ്ദേഹം വൈക്കോല് കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. രണ്ടാമത്തെ മരം വളരെയേറെ സന്തോഷിച്ചു. കാരണം തന്നെ കപ്പലുകൾ ഉണ്ടാക്കുന്ന പണിശാലയിലേക്കാണല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. തൻ്റെ പ്രതീക്ഷകൾ ഏതാണെങ്കിലും പൂവണിയും എന്നുള്ള ഒരു ആഗ്രഹം രണ്ടാമത്തെ മരത്തിനുണ്ടായിരുന്നു. പക്ഷേ പണിത് വന്നു കഴിഞ്ഞപ്പോൾ അവരതിനെ ഏറ്റവും ചെറിയ ഒരു ബോട്ടാക്കി മാറ്റുകയാണ് ചെയ്തത്. വലിയ കപ്പലുണ്ടാക്കാനൊന്നും അവർ പോയില്ല. ആ തടി കൊണ്ട് ഏറ്റവും ചെറിയ ബോട്ടുണ്ടാക്കി അതിനെ അവർ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ മരം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഈ വിധത്തിലായിപ്പോയല്ലോ എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞുകൂടി. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ മരത്തിൻ്റെ സ്ഥിതിയും ഇതുപോലെ തന്നെയായിരുന്നു. ഏതാണെങ്കിലും ശരി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ മരത്തിന് ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവുകയാണ്. ആദ്യത്തെ മരം അത് കന്നുകാലിക്കൂടായിട്ട്, കന്നുകാലിക്ക് തീറ്റ കൊടുക്കാനുള്ള കൂടായിട്ട് മാറിയെങ്കിലും ഒരു ദിവസം രാത്രിയിൽ വലിയ ഒരു നക്ഷത്രം അതിൻ്റെ പ്രകാശം ഈ പെട്ടിയിലേക്ക് പതിക്കുന്നത് അത് കാണുകയാണ്. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു യുവതി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. അപ്പം അതിനെ കിടത്താനായിട്ട് സ്ഥലമൊന്നും കാണാതെ വരികയാൽ ഈ വൈക്കോല് കിടന്ന പെട്ടിയിൽ തുണികളൊക്കെ വിരിച്ച് അതിൻ്റെ അകത്ത് തൻ്റെ ഏകജാതനെ കിടത്തുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയോട്, തൻ്റെ ഭർത്താവിനോട് അവർ പറയുന്നുണ്ട്, എന്തിനാണ് വേറെ കൂടൊക്കെ ഉണ്ടാക്കുന്നത്, ഈ കൂട് ധാരാളമാണ് എന്ന്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ആദ്യത്തെ പെട്ടിക്ക് തൻ്റെ വില മനസ്സിലാകുന്നത്. ലോകത്തിൽ ലോകരക്ഷകനെയാണ് താൻ വഹിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ആ പെട്ടി മാറുകയാണ്. തൻ്റെ സ്വപ്നം വളരെ വർഷങ്ങളെടുത്തിട്ടാണെങ്കിലും പൂവണിഞ്ഞതിൽ അദ്ദേഹം ആ മരം സന്തോഷിക്കുകയാണ്. ഇനി രണ്ടാമത്തെ മരത്തെ വാടകയ്ക്ക് കൊണ്ടുപോയി അതിനെ ബോട്ടാക്കി മാറ്റി. ഒരു ദിവസം വൈകുന്നേരം ക്ഷീണിച്ച ഒരു യാത്രക്കാരനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഈ വള്ളം വാടകയ്ക്ക് എടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കടലിൽ ഭയങ്കരമായ കാറ്റും കോളും. ഇത് കഴിഞ്ഞ് ശിഷ്യന്മാർ അദ്ദേഹത്തെ വിളിച്ചുണർത്തി. അദ്ദേഹം എഴുന്നേറ്റ് പറയുകയാണ്, കടലെ ശാന്തമാവുക എന്ന്. ഉടനെ തന്നെ കാറ്റും കോളും ശമിക്കുന്ന ഒരു രംഗം. അപ്പോഴാണ് രണ്ടാമത്തെ മരത്തിന് കാര്യം മനസ്സിലായത്. താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയെ വഹിക്കുന്ന കപ്പലായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള ആ സത്യം. അപ്പോൾ രണ്ടാമത്തെ മരത്തിൻ്റെ സ്വപ്നവും അങ്ങനെ പൂവണിഞ്ഞു. അവശേഷിക്കുന്നത് മൂന്നാമത്തെ മരമാണ്. അനേകം തടികളുടെ കൂട്ടത്തിൽ അതിനെ ഇട്ടിരിക്കുകയാണ്. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, കുറേ ആളുകൾ വന്ന് ഈ പൊക്കിയെടുത്തു. അവർ പല വിധത്തിൽ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രോശത്തിൻ്റെ നടുവിലേക്കാണ് ഈ മരം ചെന്ന് ചാടുന്നത്. അവർ ആ മരം
ഉന്തിത്തള്ളിയൊക്കെ ആയിട്ട് അവരുടേതായ രീതിയിലുള്ള കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയിലേക്ക് എത്തിച്ചു. മലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മരത്തിന് തൻ്റെ ദാരുണമായ അവസ്ഥ മനസ്സിലായത്. ആ മരത്തിൽ ഒരു മനുഷ്യനെ അവർ ജീവനോടെ കുരിശിൽ തറയ്ക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും താനത് പ്രതീക്ഷിച്ചില്ല. മലയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാവരും തന്നെ നോക്കണം എന്ന് ചിന്തിച്ച ആ മരത്തിന് ഈ ഒരു ഗതി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പിന്നീട് ആ മരത്തിൽ ഒരു മനുഷ്യനെ അവർ ജീവനോടെ കുരിശിൽ തറച്ചു. കുരിശിൽ നിന്ന് ഇറക്കി. എന്നാൽ 3-ാം ദിവസമായപ്പോഴേക്കും ഈ കുരിശിൻ്റെ അടുത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ താൻ ഒരു കുരിശായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ആ മരം തിരിച്ചറിയുകയാണ്. അതിനേക്കാൾ ഉപരി തൻ്റെ മേൽ കുരിശിൽ തറച്ച ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള വലിയ സത്യവും ഈ മരം മനസ്സിലാക്കുകയാണ്. അപ്പോൾ പിന്നീട് ആ മലയിലേക്കും ആ കുരിശിലേക്കും കുരിശുമരത്തിലേക്കും ആയി ആളുകളുടെ ശ്രദ്ധ മുഴുവനും. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ കടന്ന് ആഗ്രഹിച്ച തീരത്ത് ആഗ്രഹിച്ച സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ 3 മരങ്ങൾക്കും സാധിച്ചു. ഞാൻ ഈ സുപരിചിതമായ കഥ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൽ നമ്മളിന്ന് നേരിടുന്നത് 3 നീറുന്ന പ്രശ്നങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം മനുഷ്യന് പ്രത്യാശയില്ല എന്നുള്ളതാണ്. നാളെയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെയാണ് നല്ലൊരു ശതമാനം ആളുകളും ഇന്ന് ജീവിക്കുന്നത്. തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ പ്രശ്നം അർത്ഥശൂന്യതയാണ്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇന്നത്തെയും കൊണ്ട് തീർക്കുക, എല്ലാം ഇന്നത്തേക്ക് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. ഒരു കൂട്ടം ആളുകൾ ജീവിതം ആസ്വദിക്കുന്നു, മറ്റൊരു കൂട്ടർ ജീവിതത്തിൽ നരകിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ഇതിലും ഭേദം ജീവിതം അവസാനിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എത്രയോ ഉണ്ട്. 3-ാമത്തെ പ്രശ്നം ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, അതിനപ്പുറത്തേക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് ചിന്തിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. അപ്പോൾ ഉന്നതമായ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തിൻ്റെതായ ചിന്തകളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ, ഇവിടെയാണ് പ്രത്യാശയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രശസ്തമായ ലേഖനമായിരുന്നല്ലോ പ്രത്യാശയുടെ പടിവാതിലിൽ എന്ന്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയും അത്തരത്തിലുള്ള ഒരു ലേഖനം തന്നെയാണ് എഴുതിയത്. സ്പെസ് സാൽവി, പ്രത്യാശയിൽ രക്ഷ എന്ന് പറയുന്ന. അപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതും പ്രത്യാശ തന്നെയാണെന്ന് ആത്മീയ പിതാക്കന്മാരെല്ലാവരും ഒരുപോലെ പറഞ്ഞു വയ്ക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 126 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 68 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 58 പ്രാവശ്യവും ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലാണ്. നമുക്കറിയാം, സഹനങ്ങളുടെ ഒരു സങ്കീർത്തനമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 പ്രാവശ്യവും ഈ പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ജോബിൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് പ്രത്യാശയെക്കുറിച്ചുള്ള വാക്ക് നമ്മൾ കാണുന്നത്. അതിന് പുറകിലേക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതല്ല. റോമാക്കാരുടെ ലേഖനത്തിൽ അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് വലിയ പ്രതീക്ഷയുടെ ഒരു ജീവിതമാണ്. ഇപ്പോൾ ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവരാജ്യം വരുമെന്ന ശുഭാപ്തി വിശ്വാസം നമ്മിൽ എത്ര പേർക്കുണ്ട്? ഈശോയിൽ പ്രത്യാശ അർപ്പിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം, അപ്പോൾ അവിടെ ഈ പ്രത്യാശയെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യേകിച്ച് റോമാക്കാർക്ക് ലേഖനം 15:4 മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്തിലും നമുക്ക് പ്രത്യാശ ഉളവാകാൻ വേണ്ടി എന്ന് പൗലോസ്ലീഹ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്രിസ്തീയ പുണ്യമാണ്, ഒരു ക്രിസ്തീയ സുഹൃതമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, പ്രത്യാശ പകരും പിതൃഭാവം ഉണരും ശാന്തസുന്ദര രാത്രി. അതുപോലെ തന്നെ ആശ നശിച്ചൊരു ജനതയ്ക്കായി യേശു പകരും പ്രത്യാശ കാണുവാൻ. അപ്പോൾ ഈ വിധത്തിൽ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ നല്ല ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാവിയും സ്വപ്നങ്ങളും ദൈവത്തിൽ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ എന്നും ഉത്കണ്ഠയായിരിക്കും.
അപ്പോൾ നമ്മളായിരിക്കും പിന്നീട് പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളിൽ പ്രത്യാശ വയ്ക്കാൻ തുടങ്ങും. പിന്നീട് അത് ഉത്കണ്ഠയിലേക്കും ആകുലതയിലേക്കും നിരാശയിലേക്കും നമ്മളെ നയിക്കും. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്തിലാണ്? ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ. ഈശോയിൽ നിറവേറിയ അതേ വാഗ്ദാനങ്ങൾ നമ്മിലും സഫലമാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് പ്രത്യാശ. പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് എങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കും? വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ് പ്രത്യാശ. റോമാക്കാരുടെ ലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് തന്നെ നമുക്ക് പ്രത്യാശയെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കും. വചനം വായിക്കുന്നതിലൂടെ ഈ പ്രത്യാശ നമ്മിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വചനത്തിൽ ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിലെ വാഗ്ദാനങ്ങളും എന്നിൽ നിറവേറും എന്നുള്ള ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ക്രിസ്തു എനിക്കായി ചെയ്ത കാര്യങ്ങൾ, അതിലുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തു എനിക്കായി ജനിച്ചു, എനിക്കായി പീഡ സഹിച്ചു, എനിക്കായി മരിച്ചു, എനിക്കായി ഉത്ഥാനം ചെയ്തു. അപ്പോൾ ക്രിസ്തുവിൽ നിറവേറിയ വാഗ്ദാനങ്ങൾ ഇന്ന് എന്നിലും നിറവേറണം. ഇന്ന് എന്നെ നോക്കിയും പിതാവായ ദൈവത്തിന് പറയാൻ സാധിക്കണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ഹെബ്രായർക്ക് ലേഖനം 11:1 വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനം നമുക്ക് ലഭിക്കുമ്പോൾ ഈ ആശയം തന്നെയാണ് അവിടെ വരുന്നത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന്. അപ്പോൾ ദൈവമഹത്വത്തിൽ എത്തിച്ചേരാമെന്ന പ്രത്യാശയായിരിക്കണം നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ഈ വിധത്തിൽ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ നമുക്കുണ്ടായിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും, ദൈവം എന്നെ അതിന് സഹായിക്കുമെന്നുള്ളത്. രണ്ടാമത്, ഇത് വലിയൊരു ഊർജമാണ്. അപ്പം അതിനെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. മൂന്നാമത്, സ്വപ്നങ്ങൾ പ്രതീക്ഷകളുടെ വില അനുസരിച്ച് കൂടുതൽ വേദനകൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. നാലാമത്, ആ വാഗ്ദാനം അത് എന്നിൽ നിറവേറും എന്നുള്ള ശുഭാപ്തി വിശ്വാസം. അപ്പോൾ പ്രത്യാശ എന്നാൽ ഇനിയും സ്വന്തമായിട്ടില്ലാത്ത ഒരാഗ്രഹമാണെങ്കിലും ഈശോയിൽ നിറവേറിയതുപോലെ അത് എൻ്റെ ജീവിതത്തിലും നിറവേറും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കണം. ഇതെൻ്റെ ജീവിതത്തിൽ സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അതില്ലാതെ വരുന്നത് കൊണ്ടാണ് പല പദ്ധതികളും നമുക്ക് പൊളിച്ച് അടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ദൈവത്തിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളും മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷ അങ്ങനെ വയ്ക്കുന്നതാണ്. എൻ്റെ ഈ മകൻ നന്നാവും, ഈ മകൾ നന്നാവും, ഇന്നല്ലെങ്കിൽ നാളെ മെച്ചപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കുറച്ചുകൂടി നന്നായിട്ട് എന്നെ സ്നേഹിക്കും. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രതീക്ഷകൾ നമുക്കുണ്ട്. ഇതിനേക്കാളും അപ്പുറത്താണ് ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കേണ്ടത്. അപ്പോൾ പ്രത്യാശയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സും. അപ്പം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിനൊരർത്ഥം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ചേട്ടാ സുഖമാണോ? എന്ത് സുഖം, ദൈവം വിളിച്ചാലല്ലേ പോകാൻ പറ്റൂ. വേറെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ എന്താ പറ്റിയത്? ഇനി എന്ത് പറ്റാനാ, ഇതിലും കൂടുതലൊന്നും പറ്റാനില്ല. അപ്പം ആ വാക്കുകളിൽ തന്നെ നമുക്കറിയാം അവർക്ക് ജീവിതത്തിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളും ശൈലികളുമാണ്. എന്താണ് അടുത്ത പരിപാടി? ഇനി എന്ത് പരിപാടി? ഇവിടെ കിടന്ന് നരകിക്കുക, ആരുമില്ല നോക്കാൻ. അപ്പോൾ ഈ വിധത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ പറയുന്ന ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും ജീവിതത്തിൽ എന്തുമാത്രം പ്രത്യാശയുണ്ട് അവർക്കെന്ന്. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരിക. ഏത് വിധത്തിലാണ് ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്? എല്ലാം നഷ്ടമാകുമ്പോഴും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യരാകുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ 2000 ആണ്ടിലെ വാർഷിക ധ്യാനം പ്രസംഗിച്ച ശലോമിൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് സുപരിചിതനായ ഫ്രാൻസിസ് വാൻ തുവാൻ്റെ ധ്യാനമാണ്. അത് പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യാശയിൽ ജീവിതം എന്നുള്ള ആശയം ആണത് നമുക്ക് പറഞ്ഞു തരുന്നത്. 13 വർഷക്കാലം ജയിലിലും വീട്ടുതടങ്കലിലും കഴിഞ്ഞ ഒരു മെത്രാൻ്റെ ജീവിതമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ പോലും ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം. അതുപോലെ എനിക്ക് പരിചയമുള്ള മറ്റൊരു 2 വ്യക്തികളാണ്, ദമ്പതികളാണ്, ജോൺ മേരി എന്ന് പറയുന്ന 2 ദമ്പതികൾ. അപ്പോൾ അവരുടെ ജീവിതത്തിലും 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാനായിട്ടുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. പക്ഷേ ആ കുഞ്ഞിന് ഉദരത്തിൽ വെച്ച് തന്നെ 7 മാസമായപ്പോൾ ഗുരുതരമായ രോഗം പിടിപെട്ടതായിട്ട് കണ്ടുപിടിച്ചു.
ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ ആ ദമ്പതികൾ പറഞ്ഞു ഇല്ല, ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന്. ഇത് കഴിഞ്ഞു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ അവരെല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോഴും ജീവിതത്തിൽ ഹൃദയം തകർന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആ അവസ്ഥയിലും അവരൊരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചു, ഈ ലോക ജീവിതത്തിലല്ല, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനാണ് ഈ സംഭവം തങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന്. അപ്പോൾ ജീവിതത്തിലെ ദുരന്തങ്ങളും വേദനകളും സഹനങ്ങളും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ ആനയിക്കാൻ ശക്തി പകരും. അതാണ് പ്രത്യാശയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ പൊലിഞ്ഞു പോകുന്ന ഈ ലോക ജീവിതമല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. ഈശോയാണ് എൻ്റെ പ്രതീക്ഷ, ഈശോയാണ് എൻ്റെ പ്രത്യാശ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിവള്ളികൾ വാടി വീണാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ശരി, കർത്താവിൽ എൻ്റെ സന്തോഷം, അവിടെ നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന്. അപ്പോൾ നമുക്ക് ഈശോയിൽ പ്രത്യാശ വയ്ക്കുവാൻ സാധിക്കട്ടെ. സകല ദുരന്തങ്ങളുടെ നടുവിലും ഈശോ എന്നെ സഹായിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ പ്രിയപുത്രൻ നിറവേറിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നിൽ പ്രത്യാശ വയ്ക്കുവാൻ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ദേവാ നിൻ ഗീതികൾ പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ. ദേവാ നിൻ ഗീതികൾ പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ. ദേവാ നിൻ പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ.
പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ. ദേവാനിൻ ഗീതികൾ പാടുവാനെന്നും നിൻ രൂപമെന്നും മനുജനിൽ കാണാൻ നിൻ രൂപമെന്നും മനുജനിൽ കാണാൻ നിൻ രൂപമെന്നും മനുജനിൽ കാണാൻ നൽവരം നൽകൂ സദ്ഗുരുവേ. നൽവരം നൽകൂ സദ്ഗുരുവേ. നിൻ രൂപമെന്നും മനുജനിൽ കാണാൻ നൽവരം നൽകൂ സദ്ഗുരുവേ. നൽവരം നൽകൂ സദ്ഗുരുവേ. ദേവാനിൻ ഗീതികൾ പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ. ദേവാനിൻ ഗീതികൾ ചിന്തകൾ ആകെയകറ്റാൻ ജ്ഞാനം നൽകിടൂ സദ്ഗുരുവേ. സ്വാർത്ഥ ചിന്തകൾ ആകെയകറ്റാൻ ജ്ഞാനം നൽകിടൂ സദ്ഗുരുവേ. സ്വാർത്ഥ ചിന്തകൾ ആകെയകറ്റാൻ ജ്ഞാനം നൽകിടൂ സദ്ഗുരുവേ. സ്വാർത്ഥ ചിന്തകൾ ആകെയകറ്റാൻ ജ്ഞാനം നൽകിടൂ സദ്ഗുരുവേ. ഇരുൾ വീഴും നേരം ദീപമായെന്നിൽ ഇരുൾ വീഴും നേരം ദീപമായെന്നിൽ ഇരുൾ വീഴും നേരം ദീപമായെന്നിൽ നീ വന്നിടേണേ സദ്ഗുരുവേ. നീ വന്നിടേണേ സദ്ഗുരുവേ. ഇരുൾ വീഴും നേരം ദീപമായെന്നിൽ നീ വന്നിടേണേ സദ്ഗുരുവേ. നീ വന്നിടേണേ സദ്ഗുരുവേ. ദേവാനിൻ ഗീതികൾ പാടുവാനെന്നും അനുഗ്രഹമേകൂ സദ്ഗുരുവേ. ദേവാനിൻ ഗീതികൾ പമഗമരീകരിത ദേവാനിൻ